റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതും പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ അമേരിക്കയുടെ കൈകടത്തൽ അനുവദിച്ചു കൊടുക്കാത്തതും കാരണം ഇന്ത്യയോട് തീർത്താൽ തീരാത്ത പകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മരിച്ചുവെന്ന് പറയാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകവും ആ പക തന്നെയാണ്. മോദി ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറക്കുന്ന നയങ്ങളാണ് അമേരിക്ക സ്വീകരിക്കുന്നതൊക്കെ തന്നെ. എന്നാൽ തക്ക മറുപടി ഇന്ത്യ നൽകിയിട്ടുമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ത് പറഞ്ഞാലും ഓച്ചാനിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുണ്ടാകും. എന്നാൽ ഇന്ത്യയെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. എന്താണ് വാർത്ത എന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം: ട്രംപിന്റെ ഇത്തരം ഭീഷണി ഇന്ത്യക്ക് ഏൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചിട്ടില്ലെന്ന് പാർലമെന്റിൽ വ്യാഴാഴ്ച വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ മറുപടി നൽകുകയായിരുന്നു. ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, അത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയാണ്. പീയൂഷ് ഗോയൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: ഇന്ത്യയും ട്രംപും തമ്മിലുള്ള വാക്ക് തർക്കം മൂർച്ഛിക്കുന്നതിന്റെ ഭാഗമാണ് പീയൂഷ് ഗോയൽ നൽകിയ ഈ മറുപടി. നേരത്തെ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ കാറ്റിൽ പറത്താൻ കഴിയില്ല എന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി. പെട്രോളും ഡീസലും വിലക്കുറവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കണം. അതിന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയേ തീരൂ എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. മാത്രവുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും വാതകം വാങ്ങുമ്പോൾ ഇന്ത്യയോട് മാത്രം റഷ്യയുടെ ഇന്ധനം വാങ്ങരുതെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഇന്ത്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് പ്രതികാരമായി ഇന്ത്യക്കെതിരെ 25% വ്യാപാര തീരുവ ഏർപ്പെടുത്തി ശിക്ഷിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. പക്ഷേ നേരത്തെ UK-യുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിനാൽ ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായില്ലെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭീഷണിയിലോ അവർ ഇറക്കുന്ന പ്രസ്താവനകളിലോ അങ്ങോട്ട് ഇല്ലാതാകുന്നതല്ല ഇന്ത്യയുടെ സാമ്പത്തിക മേഖല. പെട്ടെന്ന് വളരുന്ന വളർച്ചാ സാധ്യതയേറിയതാണ് നമ്മുടെ സാമ്പത്തിക മേഖല എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് വളരുന്ന സമയത്ത് എങ്ങനെ അതിനോടൊപ്പം നമുക്കും വളരാമെന്ന് പലരും ചോദിച്ചു കാണാറുണ്ട്. അതിന് ഏക പോംവഴി നമ്മുടെ പണം നല്ലപോലെ നിക്ഷേപിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ നമ്മുടെ പണം നഷ്ടമാകുമോ എന്നതാണ് പലരുടെയും ആശങ്ക. എന്നാൽ നമ്മുടെ പണം 100% സുരക്ഷിതമായി ₹1 പോലും നഷ്ടമാകാതെ നിക്ഷേപിക്കാൻ മാർക്കറ്റിൽ അവസരങ്ങളുണ്ട്. ആക്സിസ് മാക്സ് ലൈഫിന്റെ പുതിയ NFO മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അതിനാവശ്യമായ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആഗസ്റ്റ് 10 വരെയാണ് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാക്സ് ലൈഫ് ഹൈ ഗ്രോത്ത് ഫണ്ടിന്റെ CAGR റിട്ടേൺ എന്ന് പറയുന്നത് 18.6%. 2020 ജൂണിൽ ആരംഭിച്ച ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് തുടക്കം മുതൽ 23.9% CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. 2023 ഓഗസ്റ്റിൽ ആരംഭിച്ച സ്മോൾ ക്യാപ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് തുടക്കം മുതൽ 20.8% CAGR റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. 2025 മാർച്ച് 31 മാക്സ് ലൈഫിന്റെ AUM 1.75 ലക്ഷം കോടി കവിഞ്ഞിട്ടുണ്ട്. വാർഷിക വളർച്ചയാകട്ടെ 16%. 2025 മാർച്ച് 31 മാക്സ് ലൈഫിന്റെ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് 201%. ഇത് കമ്പനിയുടെ ശക്തവും സുസ്ഥിരവുമായ സാമ്പത്തിക സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. 99.65% മാക്സ് ലൈഫിന്റെ ക്ലെയിം പെയ്ഡ് റേഷ്യോ വരുന്നത്. പുതിയ ഇൻഡെക്സ് ഫണ്ടുകൾ ആരംഭിക്കുന്നതിൽ മാക്സ് ലൈഫ് മുൻപന്തിയിലുമാണ്. കൂടാതെ മുൻ ഫണ്ടുകളിൽ മികച്ച വരുമാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ NFOയിൽ നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ്. നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും അതോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാകില്ല. NRI ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു 18,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് 10 വരെയാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ നിക്ഷേപിക്കുവാനും സാധിക്കും. ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിനുവേണ്ടി അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. വിഷയത്തിലേക്ക് തിരികെ വന്നാൽ,
ഇന്ത്യ പാക് വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കിയത് അമേരിക്കയാണെന്ന ട്രംപിന്റെ മേനി പറയൽ അംഗീകരിക്കാത്തതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഇന്ത്യൻ വിരുദ്ധതയ്ക്ക് കാരണമായത് എന്നതാണ് വിലയിരുത്തലുകൾ. എന്നാൽ അമേരിക്കയുമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഇന്ത്യ. ട്രംപ് നരേന്ദ്രമോദി തന്റെ ആത്മമിത്രമാണെന്ന് പറയാൻ കാരണം പോലും ഇതാണ്. ഇന്ന് അമേരിക്ക ഭരിക്കുന്ന ട്രംപിന് എപ്പോഴാണ് എന്താണ് ചെയ്യാൻ തോന്നുക എന്നത് ആർക്കും ഒരു പിടിയുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലുകൾ വളരെ സൂക്ഷ്മമായിട്ടാണ് നോക്കുന്നത്. റഷ്യ ഉപരോധം ഏർപ്പെടുത്തി അങ്ങോട്ട് നശിപ്പിച്ച് കളയാമെന്ന ധാരണ പാടെ തിരുത്തുന്ന നയമാണ് ഇന്ത്യ 2022 സ്വീകരിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ മുതൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ദേഷ്യം തുടങ്ങിയിട്ടുണ്ട്. അതാണ് എല്ലായിടത്തും ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 25% തീരുവയും മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന വിമർശനവും ഇന്ത്യയെ വലിയ വെല്ലുവിളികൾക്ക് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ നടത്തിയ 6 മിനിറ്റിലധികം നീണ്ട പ്രസ്താവന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ട്രംപിന്റെ വിമർശനങ്ങൾക്കും തീരുവ പ്രഖ്യാപനത്തിനും മറുപടിയായി ദേശീയ താൽപര്യങ്ങൾക്ക് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഗോയൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും ലോകത്തെ ഏറ്റവും വലിയ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറിയെന്നും സ്വയം പര്യാപ്തതയിലേക്കുള്ള ആത്മനിർഭർ ഭാരത് പാതയിൽ ശക്തമായി മുന്നേറുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ട്രംപിന്റെ 25% തീരുവ പ്രഖ്യാപനം ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. ഓഗസ്റ്റ് 1 മുൻപ് ഒരു വ്യാപാര കരാറിൽ എത്തിച്ചേരാമെന്ന് ട്രംപ് നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അത് സാധ്യമാകാതെ വന്നതാണ് ഈ തീരുവ വർധനയ്ക്ക് കാരണമായത്. ഇന്ത്യയുടെ കാർഷിക ഡയറി മേഖലകൾ തുറന്നു കൊടുക്കണമെന്ന ട്രംപിന്റെ നിർബന്ധം ഇന്ത്യ നിരസിച്ചതാണ് കരാർ ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം. ഈ മേഖലകൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും അതീവ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ ഇന്ത്യ അവയെ വ്യാപാര കരാറുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയുമാണ്. ഈ നിലപാട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകളിലും സ്വീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശം ഇന്ത്യയെ അപമാനിക്കുന്നത് തന്നെയാണ്. ഈ വിമർശനത്തിന് മറുപടിയായി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ശക്തമായ ചിത്രമാണ് അവതരിപ്പിച്ചത്. 10 വർഷം മുൻപ് ഫ്രാജിൽ 5 എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF പ്രകാരം ഇന്ത്യ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് പറയുന്നുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ജർമ്മനിയെ മറികടന്ന് 3ാമതെത്തുമെന്നും IMF വിലയിരുത്തുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോകത്തിന്റെ 16% വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നുണ്ടെന്നാണ് ഗോയൽ ചൂണ്ടിക്കാണിച്ചത്. കർഷകർ, ചെറുകിട ഇടത്തരം സംരംഭകർ, യുവാക്കൾ എന്നിവരുടെ കഠിനാധ്വാനവും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പരിഷ്കാരങ്ങളുമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്ര ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഗോയൽ ഊന്നി പറഞ്ഞത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. യുവാക്കളുടെ കഴിവും നവീനതയും ഇന്ത്യൻ വ്യവസായത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നു. 2047ഓടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് സുസ്ഥിരവും സമഗ്രവുമായ വളർച്ചയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും ഗോയൽ വ്യക്തമാക്കി. വ്യാപാര കരാറുകൾ പരസ്പരം പ്രയോജനകരമായിരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്, UK, ഓസ്ട്രേലിയ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയ രാജ്യങ്ങൾ എന്നിവയുമായി ഇന്ത്യ ഇതിനോടകം തന്നെ വിജയകരമായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അമേരിക്കയുമായി മാർച്ച് മാസം മുതൽ നടന്ന വ്യാപാര ചർച്ചകൾ ഫലപ്രദമല്ലാത്തതിനാൽ ഓഗസ്റ്റ് പകുതിയോടെ 6ാം ഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 25% തീരുവയും റഷ്യയുമായുള്ള എണ്ണ ആയുധ വ്യാപാരത്തിന് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക ശിക്ഷാ നടപടികളും ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്നുണ്ട്. ട്രംപിന്റെ തീരുവ വർധന ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഓഹരി വിപണി ഈ പ്രഖ്യാപനത്തിന് ശേഷവും ശക്തമായി നിലനിൽക്കുകയാണ്. കയറ്റുമതിക്കാർ, വ്യവസായികൾ, മറ്റ് പങ്കാളികൾ എന്നിവരുമായി വാണിജ്യ മന്ത്രാലയം ചർച്ചകൾ നടത്തി വരുന്നുമുണ്ട്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തുടരുന്നതിനും സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കാമെന്നാണ് ഗോയൽ ഉറപ്പ് നൽകിയത്. ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും ആഗോള സമ്പദ് വ്യവസ്ഥയിലെ പ്രാധാന്യവും
സ്വയം പര്യാപ്തതയിലേക്കുള്ള ദൃഢനിശ്ചയവും ഗോയലിന്റെ പ്രസ്താവനയിൽ വ്യക്തമായിരുന്നു. എന്തായാലും അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റിന്റെ അഹങ്കാരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ നമ്മുടെ രാജ്യം തയ്യാറാകില്ല എന്ന കാര്യം നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തണേ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 10 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഇനി 8 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. പ്രത്യേകം പറയുന്നു, താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.